നമസ്കാരം. മീഡിയ സെവറിലേക്ക് സ്വാഗതം. റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് വേർപിരിഞ്ഞ കുടുംബങ്ങളുടെ പുനഃസമാഗമത്തിന് വേദിയൊരുക്കി ഖത്തർ. ഇരു രാജ്യങ്ങളിലുമുള്ള 14 കുട്ടികളെയാണ് വീണ്ടും കുടുംബത്തോടൊപ്പം ചേർത്തത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി ഖത്തർ ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് ഹെൽത്ത് ആൻഡ് റിക്കവറി പ്രോഗ്രാം. ഈ പ്രോഗ്രാമിന്റെ ഭാഗമായാണ് 14 കുട്ടികളെ കൂടി ഖത്തർ സ്വന്തം വീടുകളിൽ എത്തിച്ചത്. ഇതിൽ 11 കുട്ടികൾ യുക്രൈനിൽ നിന്നുള്ളവരും 3 പേർ റഷ്യക്കാരുമാണ്. ഇതോടെ ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങളിലൂടെ കുടുംബങ്ങളുമായി ചേർത്ത കുട്ടികളുടെ എണ്ണം 100ആയി. യുക്രൈനിലും റഷ്യയിലുമുള്ള കുട്ടികളെ അവരുടെ കുടുംബങ്ങളുമായി ഒന്നിപ്പിക്കുന്നതിനുള്ള ഖത്തറിന്റെ നിരന്തര ശ്രമങ്ങൾ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ തുടർച്ചയാണെന്ന് വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു. മീഡിയ 1 ദോഹ. UAEയിൽ ഭാര്യയെയും കുട്ടികളെയും മറയാക്കി നടത്തിയ അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത് പരാജയപ്പെടുത്തി ഷാർജ പോലീസ്. അറബ് വംശജനുൾപ്പെടെ 7 പേരെ അറസ്റ്റ് ചെയ്തു. ഇവർ കടത്താൻ ശ്രമിച്ച 53 ലക്ഷം ദിർഹത്തിന്റെ മയക്കുമരുന്നും പിടികൂടി. കാനഡയിൽ നിന്നും സ്പെയിനിൽ നിന്നും UAEയിലേക്ക് മയക്കുമരുന്ന് കടത്തിയിരുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ ശൃംഖലയിലെ സംഘത്തെയാണ് ഷാർജ പോലീസ് വലയിലാക്കിയത്. 131 കിലോഗ്രാം മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് പദാർത്ഥങ്ങളും 9000-ലധികം ഗുളികകളുമടക്കം 53 ലക്ഷം ദിർഹത്തിന്റെ മയക്കുമരുന്നുകളാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. ഭാര്യയെയും കുട്ടികളെയും കൂടെ കൂട്ടി പതിവായി UAE സന്ദർശിക്കുകയും ക്രിമിനൽ സംഘങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്ന അറബ് വംശജനെ അധികൃതർ നിരീക്ഷിച്ചു വരികയായിരുന്നു. സ്പെയിനിലെ മലാഗയെയും കാനഡയിലെ ടൊറന്റോ തുറമുഖത്തെയും UAE തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന സങ്കീർണമായ കള്ളക്കടത്ത് മാർഗമാണ് ഇവർ ഉപയോഗിച്ചതെന്ന് അധികൃതർ കണ്ടെത്തി. തുറമുഖത്തു നിന്നും കാർ സ്പെയർ പാർട്സുകളുടെ കണ്ടെയ്നറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്നുകൾ. മീഡിയ 1 ഷാർജ. ഒമാനിൽ ഇ-കോമേഴ്സ് മേഖല കുതിക്കുകയാണെന്ന് കണക്കുകൾ. സോഷ്യൽ മീഡിയയുടെ പിന്തുണയാണ് ഇ-കോമേഴ്സിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് ശക്തി പകരുന്നത്. 2025 ജൂലൈ പകുതിയോടെ 10,500-ലധികം ബിസിനസ്സുകൾക്കാണ് ഓൺലൈനായി പ്രവർത്തിക്കാൻ ലൈസൻസ് ലഭിച്ചത്. 2020-നും 2025-നും ഇടയിൽ ഇ-കോമേഴ്സ് ലൈസൻസുകളുടെ എണ്ണം 191% എന്ന വാർഷിക നിരക്കിൽ വളർന്നതായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം പറയുന്നു. ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളുടെ പിന്തുണയാണ് ഇതിന് പ്രധാന കാരണം. ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് ചെറുകിട ഇടത്തരം സംരംഭകർ സോഷ്യൽ മീഡിയയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. 2023 സെപ്റ്റംബറിൽ അവതരിപ്പിച്ച ഒമാന്റെ ആദ്യത്തെ ഇ-കോമേഴ്സ് നിയന്ത്രണ ചട്ടക്കൂടും ഇതിനെ കൂടുതൽ പിന്തുണക്കുന്നതാണ്. മന്ത്രിതല തീരുമാനപ്രകാരമുള്ള ചട്ടങ്ങൾ ഓൺലൈൻ ബിസിനസ്സുകൾ പ്രവർത്തിക്കുന്നതിനുള്ള നിയമപരമായ അവകാശം നൽകുന്നുണ്ടെന്ന് മന്ത്രാലയത്തിലെ ഇ-കോമേഴ്സ് വിഭാഗം മേധാവി ഹനാൻ ബിൻ ഹാമിദ് അൽ ജബ്രിയ പറയുന്നു. വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഇതിൽ ഉൾപ്പെടും. പെർഫ്യൂമുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ എന്നിവയാണ് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത്. ഈ മേഖല പ്രതീക്ഷകൾ നൽകുന്നുണ്ടെങ്കിലും വെല്ലുവിളികളെയും അഭിമുഖീകരിക്കുന്നുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പേയ്മെന്റ് തട്ടിപ്പ്, വ്യാജ രസീതുകൾ, അവസാന നിമിഷ ഓർഡർ റദ്ദാക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾ വിൽപ്പനക്കാർ പലപ്പോഴും നേരിടുന്നുണ്ട്. നൂതന ഡിജിറ്റൽ വ്യാപാര ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിലൂടെ രാജ്യത്തെ ഒരു പ്രാദേശിക കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ദേശീയ ഇ-കോമേഴ്സ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഓൺലൈൻ ഇടപാടുകളുടെ നിരീക്ഷണം മന്ത്രാലയം കർശനമാക്കുന്നുണ്ട്. മീഡിയ 1 മസ്കത്ത്. ഇന്ത്യ കുവൈത്ത് വിമാന സെക്ടർ സീറ്റുകൾ വർദ്ധിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രതിവാര സർവീസ് സീറ്റുകൾ 12,000-ൽ നിന്ന് 18,000-ആയി ഉയർത്തി. മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് തീരുമാനം വലിയ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് പുതിയ തീരുമാനം. 18 വർഷത്തിനു ശേഷമാണ് സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നത്. പുതിയ കരാർ പ്രകാരം ഇന്ത്യയിലെയും കുവൈത്തിലെയും വിമാന കമ്പനികൾക്ക് ആഴ്ചയിൽ 18,000 സീറ്റുകൾ വരെ സർവീസ് നടത്താൻ അനുമതി ലഭിക്കും. ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ സെക്രട്ടറി സമീർ കുമാർ സിൻഹയും കുവൈത്ത് DGCA പ്രസിഡന്റ് ഷെയ്ഖ് ഹമൂദ് അൽ മുബാറക്കും തമ്മിലാണ് കഴിഞ്ഞ ദിവസം കരാർ ഒപ്പുവെച്ചത്. നിലവിൽ ദിനേന 40ഓളം വിമാന സർവീസുകളാണ് പ്രവർത്തിക്കുന്നത്. ആഴ്ചയിൽ 54 സർവീസുകളുമായി കുവൈത്ത് എയർവേസും 36 സർവീസുകളുമായി ഇൻഡിഗോയുമാണ് ഈ റൂട്ടിലെ പ്രധാന ഓപ്പറേറ്റർമാർ. എയർ ഇന്ത്യ എക്സ്പ്രസ്, ആകാശ എയർ, ജസീറ എയർവേസ് എന്നിവരും പ്രതിദിന സർവീസുകൾ നടത്തുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ യാത്രാ തിരക്ക് കൂടുന്ന സാഹചര്യത്തിൽ തീരുമാനം യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാകുമെന്നാണ് പ്രതീക്ഷ. മീഡിയ 1 കുവൈറ്റ് സിറ്റി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ഓർമ്മദിനത്തിൽ ഇൻകാസ് OICC ഖത്തർ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ICC പ്രസിഡന്റ് AP മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഇൻകാസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വിപിൻ മേപ്പയൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ IAC സെക്രട്ടറി ബഷീർ തുവാരിക്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി.
ഉമ്മൻചാണ്ടിയെയും CV പത്മരാജനെയും അനുസ്മരിച്ച് OICC കുവൈത്ത് അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന അനുസ്മരണ സമ്മേളനം OICC പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു. KMCC പ്രസിഡന്റ് സയ്യിദ് നാസർ മഷൂർ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. കൊടിക്കുന്നിൽ സുരേഷ് MP, ചാണ്ടി ഉമ്മൻ MLA എന്നിവർ ഓൺലൈനായി അനുസ്മരണ പ്രസംഗം നടത്തി. നൂറുകണക്കിന് പ്രവാസികൾ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. OICC സൗദി അൽഹസ ഘടകം ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. നേതാക്കളും പ്രവർത്തകരും ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തി. ജനഹൃദയങ്ങൾ കീഴടക്കിയ തുല്യതയില്ലാത്ത ജനനായകനായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ പറഞ്ഞു. UK-യിലെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് കേരള ചാപ്റ്റർ ടോണ്ടർ സോമർസെറ്റ് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരിച്ചു. കേരള ചാപ്റ്റർ നാഷണൽ കമ്മിറ്റി സെക്രട്ടറി ബിജു കുളങ്ങര യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കോർഡിനേറ്റർ ലിൻഡോ ജോർജ് അധ്യക്ഷത വഹിച്ചു. സൗദിയിലെ ജിദ്ദയിൽ OICC മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സംഗമം സംഘടിപ്പിച്ചു. ചാണ്ടി ഉമ്മൻ MLA ഓൺലൈൻ വഴി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാസർ വെളിയങ്കോട്, CM അഹമ്മദ്, യാസർ സായിഫ് തുടങ്ങിയവർ സംസാരിച്ചു. ജിദ്ദയിൽ മലയാളി യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. മഞ്ചേരി തൃപ്പനച്ചി സ്വദേശി അബ്ദുൽ സലാമാണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. 20 വർഷമായി പ്രവാസിയായ ഇദ്ദേഹം ബവാദിയിലെ ഷോപ്പിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. നടപടികൾ പൂർത്തിയാക്കി ജിദ്ദ KMCC വെൽഫെയർ വിങ്ങിന്റെ നേതൃത്വത്തിൽ മൃതദേഹം ജിദ്ദയിൽ ഖബറടക്കും.